Good morning. Welcome to Axonus Learning Online Classes. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 2025 ഏപ്രിൽ ബാച്ചിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് ബി സെക്ഷൻ സി ഗ്രാമറാണ് ഈ ഒരു ഭാഗം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും. ആദ്യം വരുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Question number 31. Fill in the blanks using the passive form of the verbs given in the brackets. നമുക്ക് verb ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, അതിൻ്റെ പാസീവ് ഫോം വെച്ചിട്ട് സെൻറ്റൻസ് ഫില്ല് ചെയ്യാന്നുള്ളതാണ്. The cookies dash by my grandmother. എന്താണ്? കുക്കീസ് ബേക്ക് ആണ് അവിടെ വേർബായിട്ട് തന്നിട്ടുള്ളത്. ആൻഡ് ഡാഷ് അവിടെ ഈറ്റ് ആണ് വേർബ് വരുന്നത്. ഹംഗ്രിലി എന്താണ്? അപ്പോൾ അവിടെ നമ്മൾ എന്താണ് പാസ്റ്റ് ടെൻസ് ആണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ പാസീവ് ഫോം വരുമ്പോൾ വാസ് അല്ലെങ്കിൽ വേർ വെച്ചിട്ട് V3 ഫോം ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ദ കുക്കീസ് വേർ ബേക്ക്ഡ് ബൈ മൈ ഗ്രാൻഡ് മദർ. ദ കുക്കീസ് വേർ, കുക്കീസ് എന്നുള്ളത് എന്താണ്, ഒന്നിലധികം ഉണ്ടല്ലോ. ദ കുക്കീസ് വേർ ബേക്ക്ഡ് ബൈ മൈ ഗ്രാൻഡ് മദർ ആൻഡ് വേർ ഈറ്റൺ ഹംഗ്രിലി. എന്നിട്ട് എന്ത് ചെയ്തു, വേർ ഈറ്റൺ, അതുപോലെ തന്നെ വേറും പിന്നെ ഈറ്റിൻ്റെ V3 ഫോമുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ എഴുതുമ്പോഴത്തേക്കും ഓരോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിനും ഇവിടെ തന്നെ 2 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ 2 മാർക്കാണ് വരുന്നത്. ഇതല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സെയിം രീതിയിൽ തന്നെയാണ്. ദ പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ബൈ ലോക്കൽ ഫാർമേഴ്സ് ആൻഡ് യൂസ് ടു സസ്റ്റെയിൻ ദ കമ്മ്യൂണിറ്റി. അപ്പോൾ കൾട്ടിവേറ്റ് ആൻഡ് യൂസ് എന്നുള്ള ഈ 2 വേർബിനെ അപ്രോപ്രിയേറ്റ് ആയ രീതിയിൽ പാസീവ് ഫോം കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്താ വരുന്നത്, ദ പ്ലാന്റ്സ് ഒന്നിലധികം വരുന്നുണ്ടല്ലോ. ദ പ്ലാന്റ്സ് വേർ പ്ലസ് V3. പ്ലാന്റ്സ് വേർ കൾട്ടിവേറ്റഡ് ബൈ ദ ലോക്കൽ ഫാർമേഴ്സ് ആൻഡ് വേർ യൂസ്ഡ് ടു സസ്റ്റെയിൻ ദ കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ നമുക്കത് ഫില്ല് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതിയാൽ മതി, 2 മാർക്കായിരിക്കും കിട്ടുന്നത് കേട്ടോ. അടുത്തത് ഒരു റിപ്പോർട്ടഡ് സ്പീച്ചാണ്. ചേഞ്ച് ദ ഫോളോയിങ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. എന്ത് ചെയ്യണം, നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് ആയിട്ട് ചെയ്യണം. ഒരു സെൻറ്റൻസ് ഇൻഡയറക്റ്റ് ആക്കുമ്പോഴത്തേക്കും 1 മാർക്ക്, അങ്ങനെ 2 എണ്ണത്തിന് 2 മാർക്ക് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ആദ്യത്തത് ഷീ ആസ്ക്ഡ് മീ ആർ യു കമ്മിങ് ടു ദ പാർട്ടി. ഷീ ആസ്ക്ഡ് മീ ആർ യു കമ്മിങ് ടു ദ പാർട്ടി. അപ്പം എന്താണ് ആർ യു കമ്മിങ് ടു ദ പാർട്ടി എന്ന് പറയുന്നത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ ഇഫ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യണം. അപ്പോൾ എന്താണ്, ഷീ ആസ്ക്ഡ് മീ എന്ന് കഴിഞ്ഞതിന് ശേഷം ഈ കോമയും കൊട്ടേഷനൊക്കെ ഒഴിവാക്കി ഷീ ആസ്ക്ഡ് മീ ഇഫ് എന്താണ്, ആർ എന്നുള്ളത് എന്താണ്, പ്രസൻ്റ് ആയിട്ട് കിടക്കുകയാണ്, നേരെ പാസ്റ്റിലേക്ക് മാറ്റുക. ഇഫ് ആർ യു എന്നുള്ളത് ഇഫ് ഐ വാസ് കമ്മിങ് ടു ദ പാർട്ടി. അത്ര ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ കൺവേർഷൻ ആയിട്ടുണ്ട്. ദെൻ അടുത്തത് he said I have seen that movie before. he said I have seen that movie before. അപ്പോൾ എന്തായിരിക്കും വരുന്നത്, he said that, then comma quotation ഒഴിവാക്കുക. I have seen എന്ന് പറയുമ്പോൾ എന്താണ്, പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് കിടക്കുന്നത്, നേരെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുക. ഐ എന്നുള്ളത് എന്താണ്, ഫസ്റ്റ് പേഴ്സൺ ആയതുകൊണ്ട് തേർഡ് പേഴ്സണിലേക്ക് ആദ്യം വരണം. he said that he, എന്താണ്, ഹാവ് സീൻ എന്നുള്ളത് ഹാഡ് സീൻ ആക്കി മാറ്റുക. ദാറ്റ് മൂവി ബിഫോർ എന്നുള്ള രീതിയിൽ തന്നെ ആയിട്ട് സെൻറ്റൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അടുത്തത് ജോയിൻ ദ ഫോളോയിങ് സെൻറ്റൻസസ് യൂസിങ് ദ കണക്റ്റേഴ്സ് ഗിവൺ അഗെയിൻസ്റ്റ് ഈച്ച് പെയർ. എന്താണ്, അവിടെ നമുക്ക് 2 സെൻറ്റൻസസ് തന്നിട്ടുണ്ടായിരിക്കും, അതിനെ ഒരു കണക്റ്റീവ് വേർഡും തന്നിട്ടുണ്ടായിരിക്കും ബ്രാക്കറ്റിൽ. ആ വേർഡ് യൂസ് ചെയ്ത് ആ സെൻറ്റൻസിനെ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക്. 2 സെൻറ്റൻസ് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും 2 മാർക്ക് നമുക്ക് കിട്ടും കേട്ടോ. അതായത് 2 ആക്ടിവിറ്റി ചെയ്യുമ്പോഴത്തേക്കും 2 മാർക്ക് കിട്ടും. ആദ്യത്തേത് ഇതാണ്, ദ മാൻ ഈസ് എ ടീച്ചർ. ദ മാൻ ഈസ് എ ടീച്ചർ, അയാളൊരു ടീച്ചറാണ്. വി മെറ്റ് ഹിം അറ്റ് ദ എയർപോർട്ട് ലാസ്റ്റ് വീക്ക്. വി മെറ്റ് ഹിം അറ്റ് ദ എയർപോർട്ട് ലാസ്റ്റ് വീക്ക്. അവരെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച എയർപോർട്ടിൽ കണ്ടു എന്നാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്, ദ മാൻ ഈസ് എ ടീച്ചർ whom we met at the airport last week. ഈ ഫുൾ സ്റ്റോപ്പ് ഒഴിവാക്കിയിട്ട് ഇവിടെ ഹോം ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ സെൻറ്റൻസ് എന്തായി, 2ഉം കൂടെ കണക്ട് ചെയ്യാനായിട്ട് പറ്റി. അടുത്തത് യു ഡു നോട്ട് ഹരി യു വിൽ മിസ് ദ ട്രെയിൻ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തായിരിക്കും വരിക, നിങ്ങൾ വേഗം പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൻ മിസ്സാവും എന്നാണ് പറയുന്നത്. ഒരു കണ്ടീഷനാണ് അല്ലേ, ഒരു ക്ലോസ് ആണ്. ഇഫ് യു ഡു നോട്ട് ഹരി, ഇഫ് എന്താണ് ഫ്രണ്ടിലാണ് വരുന്നത്. ഇഫ് യു ഡു നോട്ട് ഹരി, നിങ്ങൾ പെട്ടെന്ന് പോയില്ലെങ്കിൽ
യു വിൽ മിസ് ദ ട്രെയിൻ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ സെൻറ്റൻസ് നമ്മൾ കണക്ട് ചെയ്തു. ഇത്രയാണ് നമുക്ക് ഗ്രാമർ പാർട്ടിൽ വരുന്നുള്ളൂ. ഇനി അടുത്തത് സെക്ഷൻ D ആണ്. അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.